ഗീതാ പ്രഭാകരനെക്കാളും ജോർജ് കുട്ടിയെ ഏറ്റവും കൂടുതൽ വേട്ടയാടുന്നതും ഉപയോഗിക്കുന്നതും ജിത്തു ജോസഫ് ആണെന്നാണ് തോന്നിയത്. പറഞ്ഞു വരുന്നത് ദൃശ്യം 3 റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ജിത്തു ജോസഫ്. ഈ സിനിമ ഇന്ന് രാവിലെ പോയി കണ്ടു. എന്തു പറയാൻ, എനിക്ക് അങ്ങോട്ട് സത്യം പറഞ്ഞാൽ ബോധിച്ചില്ല. കഴിഞ്ഞ 2 പാർട്ടിലും ബുദ്ധി വെച്ച് മാത്രം കളിച്ചുകൊണ്ടിരുന്ന ജോർജ് കുട്ടി ഇപ്രാവശ്യം വന്നിട്ട് കയ്യാങ്കളിയും അങ്ങനെ വേറൊരു രീതിയിലൊക്കെ പോയി. പിന്നെ ഈ സിനിമ തന്നെ വേറൊരു ഡയറക്ഷനിലോട്ട് പോയി. എല്ലാം ഭയങ്കര എന്തോ 3 ഇറക്കണം എന്ന് പെരുമ്പാവൂർ പറഞ്ഞതുകൊണ്ട് D3 ഇറക്കണം, ബിസിനസ് സാധ്യതയുണ്ട്. ജിത്തു ജോസഫ് അതിന് വളം ഇട്ട് കൊടുത്ത പോലെ ഒരു സിനിമ എടുത്തു വെച്ചേക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. ഈ സിനിമയിൽ മേക്കിങ്ങിനെ പറ്റി ഒന്നും പറയാൻ പറ്റില്ല. കാരണം മേക്കിങ്ങിനെ പറ്റി നിരന്തരമായിട്ട് പുള്ളിയെ വല്ലതും പറയുന്നതുകൊണ്ട് പുള്ളി വിചാരിക്കുന്നത് നമ്മൾ ഹെഡ് ക്യാമ്പയിൻ ചെയ്യുന്നതെന്നാണ്. അതുകൊണ്ട് മേക്കിങ്ങിനെ പറ്റി ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ കഥയിലോട്ട് വരാം. ഒരു സീരിയൽ ലെവലിലോട്ടാണ് ഈ സിനിമ വെച്ചുകൊണ്ടിരിക്കുന്നത്. സീരിയൽ ലെവൽ മീൻസ് കഥയും സീരിയലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ പ്രാവശ്യം വരെ അങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു. ഇപ്രാവശ്യം വരുമ്പോൾ ആ ഒരു ലെവലിലോട്ട് കാര്യങ്ങൾ പോവുകയും പിന്നെ വേറെ കുറേ ക്യാരക്ടേഴ്സ് വരികയും അതിനെയൊക്കെ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ച് വെറും ഫോഴ്സ്ഡായിട്ട് വേറെ കുറേ കാര്യങ്ങൾ ചെയ്തു വെച്ചേക്കുക. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കണ്ടിട്ട് ഇതിൻ്റെ ആവശ്യം എന്തായിരുന്നു, ഇതിന് ഇറക്കിയില്ലെങ്കിൽ വല്ല പ്രശ്നം ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. ഒരു ക്രിയേറ്ററിന് ഒരു സിനിമയുടെ എൻഡിങ് ഇതൊരു നല്ല എൻഡിങ് ആണ്, ആ സിനിമ അങ്ങനെ ഇരിക്കട്ടെ, അതിങ്ങ് തുടണ്ട എന്ന് ചിന്തിക്കാനുള്ളൊരു ബോധം ഇല്ലെങ്കിൽ ഈ സിനിമ പോലെയൊക്കെ സംഭവിക്കും. അതാണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. പിന്നെ ഈ സിനിമയിലോട്ട് വരുമ്പോൾ മുമ്പ് ജിത്തു ജോസഫ് തന്നെ ഉണ്ടാക്കി വെച്ച ക്യാരക്ടേഴ്സ് ഭയങ്കരമായി മാറുന്നതാണ്. ഓക്കെ, അത് എവല്യൂഷണറി ആണ്, അവർ ചിന്താഗതി മാറുന്നതാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ഒരു കാര്യം പറയട്ടെ, ഇതിൽ മോഹൻലാൽ ജോർജ് കുട്ടി കൊള്ളാം, നല്ലതായിട്ടുണ്ട്. പക്ഷെ നമുക്ക് തന്നെ ഒരാൾ മാറുന്ന, അതായത് ബുദ്ധി വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ മാറുമോ, ഇങ്ങനെയൊക്കെ ചെയ്യുമോ, അങ്ങനെയൊക്കെ നമുക്ക് തോന്നിപ്പോകും. പിന്നെ കുറേ ക്യാരക്ടേഴ്സ് കുറച്ച് കഴിയുമ്പോൾ മിസ്സാവുന്നു. ഇവിടെയൊന്നും പിന്നെ സ്ക്രീനിൽ പോലും കാണാനില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ, അങ്ങനെ ഒരു സിനിമയായി മാത്രം പോയി. ഇത് കൂടുതലൊന്നും പറയുന്നില്ല. കാണാൻ താല്പര്യമുള്ളവർ പോയി കാണുക. എനിക്ക് സിനിമ അങ്ങോട്ട് വർക്കായിട്ടില്ല.